ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അവരുടെ മത്സരങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഇത് കൊടുക്കുകയാണ്. അതായത് ഒരു സാഹചര്യത്തിൽ, ഒരു അപകട സാഹചര്യത്തിൽ ഭാര്യയും അമ്മയുമാണ് ഉള്ളത്. പക്ഷേ ഒരാളെ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആരെ കൊണ്ടുപോകുമെന്ന് ഇങ്ങനെ ജഡ്ജി ചോദിക്കുകയാണ്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നുണ്ട് ഭാര്യയെ കൊണ്ടുപോകുള്ളൂ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ശ്രുതിയും പറയുകയാണ്, ശ്രുതിയല്ല നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ തന്നെ കൊണ്ടുപോകുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അതുപോലെ നമ്മുടെ ഇവനാണെങ്കിലും ശ്രീകാന്തും പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോകുകയുള്ളൂ, അമ്മയെ കൊണ്ടുപോകാനായിട്ട് അച്ഛൻ വന്നോളും എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചിയോട് ചോദിക്കുകയാണ് അവസാനം. അപ്പോൾ സച്ചി പറയുന്നുണ്ട് എത്രയായാലും ഭാര്യ ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് അമ്മയോടുള്ള സ്നേഹം കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അമ്മയെ രക്ഷപ്പെടുത്തുകയുള്ളൂ. പിന്നെ അമ്മയെ കൊണ്ടുപോകും. ഭാര്യയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അവൾക്ക് ഞാൻ വണ്ടി കൊടുത്തിട്ട് അവളോട് തനിയെ ഓടിച്ചു വരാൻ പറയും. അങ്ങനെ എന്തായാലും അവൾ എന്നെ അവിടേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അമ്മയെയും കൊണ്ടാണ് പോകുക, കാരണം അമ്മയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ആ മത്സരത്തിലും ആ ഒരു ചോദ്യത്തിലും നമ്മുടെ സച്ചിൻ രേവതിയുമാണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ചോദിക്കുകയാണ്, നിങ്ങളിൽ തല്ലുകൂടിക്കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ടുപേരും പരസ്പരം തല്ലുകൂടിക്കഴിഞ്ഞാൽ ആരായിരിക്കും ആദ്യം വന്ന് സോറി പറയുക എന്ന് അടുത്തത് ആയി ഒരു ചോദ്യം വരികയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ തന്നെയായിരിക്കും ഇവളോട് മാപ്പ് പറയുക വർഷയോട്, കാരണം ഇവള് തെറ്റു ചെയ്തു എന്ന് ഇവൾ ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ ഒരുപാട് നേരം ഇവളുടെ സോറിക്ക് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും, പക്ഷെ ഇവൾ ഒരിക്കലും വരില്ല എന്ന് എനിക്കറിയാം. അപ്പം പിന്നെ എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് പറഞ്ഞ് ഞാൻ അവളോട് ചെന്ന് സോറി പറയും. അങ്ങനെ ഞങ്ങളുടെ പ്രശ്നം അവിടെ സോൾവ് ആകുമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് അവനവിടെ വലിയ ഇമേജ് കൊടുക്കാൻ ശ്രമിച്ചതാണ്. അവൻ പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ തല്ല് കൂടിയിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ തല്ല് കൂടാനൊരു ഇട വന്നിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ അത്രയ്ക്ക് ബോണ്ടാണ്, ഞങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം ഒരുപാട് സ്നേഹമാണ്, ഞങ്ങൾ അങ്ങനെ തല്ല് ഒരിക്കലും ഇതുവരെയും കൂടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും സച്ചിയോടാണ് അടുത്ത ചോദ്യം. സച്ചി പറയുകയാണ് ഞങ്ങൾ പലതവണ അടികൂടിയിട്ടുണ്ട്, ഞങ്ങൾ പലതവണ പിണങ്ങിയിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് അത് സോറി ഒന്നുമല്ല ഞങ്ങൾ പറയാറ്. ഞങ്ങൾ ഒന്നെങ്കിൽ ഇവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം വാങ്ങിക്കൊടുക്കണം, അത് മുല്ലപ്പൂവാണ് സാധാരണ വാങ്ങിക്കൊടുക്കുക. പക്ഷേ ഇവള് ഏതു നേരവും മുല്ലപ്പൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മുല്ലപ്പൂവിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ തന്നെയല്ല എൻ്റെ ഭാര്യയുടെ കൈ എന്ന് പറയുന്നത് മുല്ലപ്പൂവിൻ്റെ മണം എപ്പോഴും അവളുടെ കൈകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവൾക്ക് പിണക്കം മാറാൻ വേണ്ടിയിട്ട് ഹലുവയാണ് വാങ്ങിക്കൊടുക്കാറ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിയും പറയാണ് അതെ, ഞാൻ ഇദ്ദേഹത്തെ മായി പിണങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറ്, അല്ലാതെ സോറി ഒന്നും പറയാറില്ല, സോറി ഒന്നും ഞങ്ങൾക്കിടയിൽ അങ്ങനെ പറയാറില്ല എന്ന് പറയുമ്പോഴും അവിടെയും മറ്റുള്ളവർ കൈയടിക്കുകയാണ് ഇവരുടെ ഉത്തരം കേട്ടിട്ട്. അങ്ങനെ അടുത്ത ഒരു ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, അവർ ചോദ്യം കൊടുക്കുന്നുണ്ട്. അവർ പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ്, നിങ്ങൾക്ക് ഏറ്റവും തൃപ്തികരമാണ് എന്ന് സന്തോഷിക്കാൻ കിട്ടുന്നൊരവസരം അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന്, അതായത് ജീവിതം തൃപ്തികരമാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെറിയൊരു ഇൻ്റർവ്യൂവിൽ കൊടുക്കുകയാണ് അവർക്ക്. അപ്പോൾ അവരിങ്ങനെ പലരും അവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശ്രുതിയും സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി എന്തായാലും നമുക്ക് അവിടെ ചെന്ന് പറയാം, അവനവിടെ അമ്മയോട് സ്നേഹമില്ലെങ്കിൽ അവൻ അമ്മയെ രക്ഷിക്കപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണല്ലോ അവനവിടെ സ്കോർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മൾക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കണം, നമ്മളെ ചുറ്റുമുള്ളവരെ സഹായിക്കണം. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യൊന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദ്യത്തിൽ ഫസ്റ്റ് ആവുകയും ചെയ്യും, കയ്യടി കിട്ടുകയും ചെയ്യും. നമുക്ക് അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് ശ്രുതിയോട് മറുപടി പറയുകയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ അതിനുശേഷം അവിടെ വന്ന് മത്സരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ മത്സരത്തിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെ അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയം തന്നെ ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കും, കാരണം പുറത്തു പോയി ഭക്ഷണം കഴിക്കും, ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണമെന്ന് തോന്നിയാൽ അത് ചെയ്യും, ഞങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതൊക്കെ ഞങ്ങൾ ചെയ്യും, അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കുന്നത് എന്ന് പറയുകയാണ്.
അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുകയാണ്, ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതം മാത്രമല്ല, ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അവരെ കൂടി സഹായിക്കും. അവരെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സിനൊരു തൃപ്തിയാണല്ലോ. നമ്മൾ മാത്രം സന്തോഷിച്ചിട്ട് കാര്യമില്ല, അവരെയും കൂടി സന്തോഷിപ്പിക്കണം. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ തൃപ്തികരം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും പറയുകയാണ്, അങ്ങനെ ഒരു തൃപ്തികരം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരാൾക്ക് നല്ല വിശപ്പുണ്ടായി കഴിഞ്ഞാൽ ആൾക്ക് ഭക്ഷണം കിട്ടി, അപ്പോൾ ആളുടെ വയറ് നിറഞ്ഞു. അതിനുശേഷം കുറച്ച് ബിരിയാണിയും കൂടി ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഇപ്പം തൃപ്തികരം തന്നെയാണ്, നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിൽ കൂടുതലായിട്ട് ഒന്നും വേണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞാൻ നന്നായി കാർ ഓടിക്കും, അപ്പോൾ അതിൽ നിന്ന് ഞാൻ നല്ല രീതിയിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. എൻ്റെ ഭാര്യയാണെങ്കിൽ നല്ല രീതിയിൽ പൂ കെട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട്, അവളും അതിൽ നല്ല സന്തോഷം കണ്ടെത്തുകയാണ്. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ അവൻ പറയുമ്പോൾ അവിടെയും നമ്മുടെ സച്ചിയും രേവതിയും തന്നെയാണ് സ്കോർ ചെയ്യുന്നത്. അങ്ങനെ ഒടുവിൽ റിസൾട്ട് പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ റിസൾട്ട് പറയുമ്പോൾ 3 ജഡ്ജിമാരും പറയുന്നുണ്ട്, നിങ്ങൾ 3 പേരും നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പക്ഷേ ശ്രുതിയും എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ശ്രുതി പറയാണ്, ശരി സാറേ എനിക്ക് മനസ്സിലായി, ഞങ്ങൾ തന്നെയാണല്ലേ വിന്നർ എന്ന് പറയുമ്പോൾ ശ്രുതി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടർന്ന് അദ്ദേഹം പറയുകയാണ്, അതെ നിങ്ങൾ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ നിലയ്ക്ക് ഞങ്ങളുടെ പല ചോദ്യങ്ങളും നിങ്ങൾ പറഞ്ഞല്ലോ തെറ്റായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ തെറ്റായിരിക്കും എന്ന് നിങ്ങൾ പറയും, അതുകൊണ്ട് ഞങ്ങളൊരു വിഷ്വൽ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ആ ജഡ്ജസ് ഒരു വിഷ്വൽ കാണിച്ചു കൊടുക്കുകയാണ്. അതൊന്നുമല്ല, അവർക്ക് ഒരു ബ്രേക്ക് കൊടുത്തില്ല. ആ സമയത്ത് ശ്രുതി പറഞ്ഞല്ലോ മറ്റുള്ളവരെ സഹായിക്കാം എന്ന് നമുക്ക് പറഞ്ഞ് സ്കോർ ചെയ്യാമെന്നും പറഞ്ഞ ഒരു സംഭവം, അത് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരെന്താണ് പറയുന്നത്, ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു 5 മിനിറ്റ് സമയം അവർക്ക് കൊടുത്തത്. അതിൽ ശ്രുതിയുടെ തനി സ്വഭാവം എല്ലാവരും ക്യാമറയിൽ ഇവർക്ക് മനസ്സിലായി, ജഡ്ജസിനൊക്കെ മനസ്സിലായി. അപ്പോൾ അതെല്ലാവർക്കും പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ശ്രുതിയുടെ തൊലി ഉലിഞ്ഞു പോവുകയാണ്. ആ സമയത്ത് അവനൊന്നും മിണ്ടാൻ പറ്റാതെ തല കുമ്പിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജസ് പറയുകയാണ്, എല്ലാവരുടെയും ഇത് ഞങ്ങൾ കണ്ടതാണ്, അതെ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ തല്ല് കൂടില്ല എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അപ്പോൾ അതിലൊരു സ്ത്രീ പറയുന്നുണ്ട്, ഒരു ജഡ്ജ് പറയുകയാണ്, ഞാൻ ഒരു ജഡ്ജാണ്, അതായത് ഡിവോഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാവിലെ എഴുന്നേറ്റ് ഭാര്യ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്ന കാലമാണിത്. അതുകൊണ്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ തല്ല് കൂടില്ല എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു ഫോൾട്ടാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഇവർ പരസ്പരം എന്തെങ്കിലും രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അവർ പരസ്പരം തല്ല് കൂടാത്തത്. ഒരു കുടുംബമായി കഴിഞ്ഞാൽ തല്ല് കൂടണം, അതാണ് സ്നേഹം, അതിലെല്ലാതും ഉണ്ട് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും കാര്യം പറയുമ്പോൾ പറയാണ്, ഇവർ കല്യാണം കഴിഞ്ഞു എന്ന് മാത്രമല്ല, പക്ഷേ ഇവരിപ്പോഴും പ്രേമിച്ച് നടക്കുകയാണ്, ഇവർക്ക് ഇപ്പോഴും ഒരു മെച്യൂരിറ്റി വരാത്ത പോലെയാണ് ഇവരെന്ന് പറയുമ്പോൾ അവർ പറയുന്നത്, ഒരുപാട് നന്ദി, ഞങ്ങൾക്ക് എന്തായാലും കല്യാണം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രേമിച്ച് നടക്കാൻ ഒരു ഇണക്കുരുവികളെ പോലെ ഞങ്ങൾക്ക് നടക്കാനാണ് താല്പര്യമെന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ വർഷയ്ക്ക് അതിൽ നല്ല സന്തോഷമാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സച്ചിയുടെയും രേവതിയോടും പറയുകയാണ്, എന്തായാലും ഇവരുടെ ആ ഒരു ബോണ്ട് അത് നല്ല സൂപ്പറാണ്, ഇവരെല്ലാത്തിലും നല്ലത് തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇവർ തന്നെയാണ് ഈ മത്സരത്തിലെ വിന്നർ എന്ന് പറയുമ്പോൾ ശ്രുതിയും തല കുമ്പിട്ട് നിൽക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രൈസ്, അതായത് 1 ലക്ഷം രൂപയും ട്രോഫിയും ഒക്കെ ഇവന് നമ്മുടെ സച്ചിക്കും രേവതിക്കും സ്റ്റേജിലേക്ക് വിളിച്ച് അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണെന്ന് നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.